ടെസ്റ്റ് ക്രിക്കറ്റ് ഒരു പരീക്ഷണമാണ്, 2020 ഒരു പ്രദർശനവും. പറയുന്നത് ഇതിഹാസ താരം സർ ക്ലൈവ് ലോയിഡ്. അപ്പോൾ പരീക്ഷണവും പ്രദർശനവും ഒന്നിച്ചു വന്നാലോ? അതാണ് ടെസ്റ്റ് 20. പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റ് നിലവിലുണ്ട്. ആദ്യ ഔദ്യോഗിക മത്സരം നടന്നത് 1836 ഓഗസ്റ്റ് 3-നാണ്. റോയൽ അമേച്ചർ സൊസൈറ്റി അംഗങ്ങളായിരുന്നു താരങ്ങൾ. രാജ്യാന്തര തലത്തിൽ അമേരിക്കയിലെയും കാനഡയിലെയും ക്ലബ്ബുകളാണ് ഏറ്റുമുട്ടിയത്. അത് 1844-ലായിരുന്നു. ന്യൂയോർക്കിലെ സെൻറ് ജോർജ് ക്രിക്കറ്റ് ക്ലബ് ഗ്രൗണ്ടിലായിരുന്നു മത്സരം. 1877 മാർച്ച് 15-നാണ് ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടക്കുന്നത്. ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയ 45 റൺസിന് വിജയിച്ചു. രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് ജയിച്ച് പകരം വീട്ടി. അങ്ങനെ ആദ്യ ടെസ്റ്റ് സീരീസ് സമനിലയിൽ അവസാനിച്ചു. സമയപരിധി ഉണ്ടായിരുന്നില്ല ആദ്യ മത്സരത്തിന്. 4 പന്തുകളായിരുന്നു ഒരു ഓവറിൽ എറിയാനുണ്ടായിരുന്നത്. അതിനും ഏറെ വർഷങ്ങൾ കഴിഞ്ഞ് 1932-ലാണ് ഇന്ത്യ ആദ്യമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം കളിച്ചത്. 1932-ൽ ലോർഡ്സിൽ അന്ന് CK നായിഡുവാണ് ഇന്ത്യയെ നയിച്ചത്. പക്ഷേ ആതിഥേയരോട് 158 റൺസിന് ഇന്ത്യ പരാജയപ്പെട്ടു. പിന്നീട് കൃത്യം 51 വർഷങ്ങൾക്കിപ്പുറം അതേ ലോർഡ്സിൽ തന്നെ ഹാട്രിക് കിരീടം മോഹിച്ചെത്തിയ വെസ്റ്റ് ഇൻഡീസ് എന്ന മഹാമേരുവിനെ അട്ടിമറിച്ച് ഇന്ത്യയുടെ കപിലിൻ്റെ ചെകുത്താന്മാർ കപ്പുയർത്തിയത് ക്രിക്കറ്റ് കാത്തുവച്ച മറ്റൊരു കാവ്യനീതി. നൂതനാശയങ്ങൾ ഏറ്റവും അധികം പരീക്ഷിച്ച കായിക ഇനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയുണ്ടാകും ക്രിക്കറ്റ്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് ക്രിക്കറ്റ്, പിന്നീട് 60 ഓവറിൻ്റെ ഏകദിനം, അത് 50 ഓവറാക്കി ചുരുക്കി, ഒടുവിൽ 20 ഓവറിൻ്റെ 2020. നിലവിൽ ICC അംഗീകരിച്ച അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫോർമാറ്റുകൾ ടെസ്റ്റും ഏകദിനവും 2020-യുമാണ്. T10 അടക്കമുള്ള ഫോർമാറ്റുകൾ ഫ്രാഞ്ചൈസി ക്രിക്കറ്റിൽ സജീവമായുണ്ട്. ക്രിക്കറ്റ് കൂടുതൽ ആകർഷകമാക്കാൻ 3 ഫോർമാറ്റിന് പുറമെ മറ്റൊരാശയം കൂടി വരികയാണ് ടെസ്റ്റ് 20. പേര് പോലെ തന്നെ ടെസ്റ്റും 2020-യും സമന്വയിപ്പിച്ചൊരു ഫോർമാറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിലേത് സമാനമായി ഇരു ടീമുകൾക്കും 2 തവണ ബാറ്റും ബോളും ചെയ്യാം. 20 ഓവർ വീതമുള്ള ഇന്നിങ്സുകളായിരിക്കും ഉണ്ടാവുക. 4 ഓവറിൻ്റെ പവർ പ്ലേ ഉണ്ടാകും. ആദ്യ ഇന്നിങ്സിൽ 75 റൺസോ അതിൽ കൂടുതലോ ലീഡ് ഉണ്ടെങ്കിൽ ഫോളോ ഓൺ ചെയ്യിക്കാം. അത്തരത്തിൽ ടെസ്റ്റിലേതിന് സമാനമായി ഇന്നിങ്സ് ജയത്തിനുള്ള സാധ്യതകളും ടെസ്റ്റ് 20-യിലുണ്ട്. 5 ബൗളർമാരെയാണ് പരമാവധി ഉപയോഗിക്കാൻ കഴിയുക. ഒരാൾക്ക് 8 ഓവർ വരെ എറിയാം. പുതിയ ഫോർമാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു ടീമിൻ്റെ 3 ഓവറുകൾ എതിർ ടീമിന് ലഭിക്കുമെന്നുള്ളതാണ്. ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം 1-ാം ഇന്നിങ്സിൽ 10 ഓവറിനുള്ളിൽ പുറത്തായാൽ എതിർ ടീമിന് 3 ഓവർ അധികം ബാറ്റ് ചെയ്യാനാകും. ആദ്യ ഇന്നിങ്സിൽ തന്നെ എടുക്കുകയും വേണം. ഒറ്റ ദിവസം കൊണ്ട് മത്സരം തീരും. ടെസ്റ്റ് പോലെ വെള്ള ജേഴ്സിയിലായിരിക്കും താരങ്ങൾ അണിനിരക്കുക. റെഡ് ബോളിലാണ് മത്സരം. 116 നെറ്റ്വർക്ക് ചെയർമാൻ ഗൗരവ് ബഹിർവാനിയാണ് പുത്തനാശയത്തിന് പിന്നിൽ. സർ ക്ലൈവ് ലോയിഡ്, AB de Villiers, മാത്യു ഹേഡൻ, ഹർഭജൻ സിംഗ് എന്നിവരാണ് ഉപദേശക സമിതിയിലുള്ളത്. IPL മാതൃകയിൽ ആദ്യ ജൂനിയർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് അടുത്ത വർഷം ആദ്യം തുടക്കമാകും. 6 ഫ്രാഞ്ചൈസികളായിരിക്കും ഉണ്ടാവുക. ഇന്ത്യയിൽ നിന്നുള്ള 3 നഗരങ്ങൾക്ക് പുറമെ ലണ്ടൻ, ദുബായ്, അമേരിക്കയിൽ നിന്നുള്ള ഒരു ഫ്രാഞ്ചൈസിയും ജൂനിയർ ടെസ്റ്റ് 20 ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമാകും. 16 താരങ്ങളായിരിക്കും ഓരോ ടീമിലും ഉണ്ടാവുക. 8 ഇന്ത്യൻ താരങ്ങളും 8 വിദേശ താരങ്ങളും. ഇന്ത്യയിലെ ഒരു നഗരത്തിലായിരിക്കും പ്രഥമ ചാമ്പ്യൻഷിപ്പ് നടത്തുക. വരും സീസണുകൾ വിദേശത്ത് നടത്താനും ധാരണയുണ്ട്. 13-നും 19-നും ഇടയിൽ പ്രായമുള്ളവരെ മുൻനിർത്തിയാണ് പുതിയ ഫോർമാറ്റിന് തുടക്കമിടുന്നത്. ആൺകുട്ടികളുടെ ഫോർമാറ്റാണ് ആദ്യം. അടുത്ത സീസൺ മുതൽ പെൺകുട്ടികൾക്കായുള്ള ചാമ്പ്യൻഷിപ്പ് നടത്തും. ടെസ്റ്റ് 20 ഫോർമാറ്റ് സീനിയർ തലത്തിലേക്കും ICC പരീക്ഷിച്ചേക്കുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ.